Hello friends, welcome to SAT, Sunday Student Center Madathumbadi and Puthumbellikara. Please subscribe to our YouTube channel for new updated videos and also visit sundaysintuition.blogspot.in. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെങ്കിൽ please drop a like. നമ്മൾ പഠിക്കാൻ പോകുന്നത് Trigonometry Chapter 5 Part 29 Textbook Exercise 5.4 ലെ Question number 3. Question: 3 rectangles are to be cut along the diagonals and the triangles so got rearranged to form a regular pentagon. As shown in the picture, if the side of the pentagon are to be 30 cm, what should be the length and breadth of the rectangles? മൂന്ന് ചതുരങ്ങൾ വികരണത്തിലൂടെ മുറിച്ച് ത്രികോണങ്ങളാക്കി ചിത്രത്തിൽ കാണുന്നത് പോലെ ചേർത്ത് വെച്ച് ഒരു സമപഞ്ചഭുജം ഉണ്ടാക്കണം. പഞ്ചഭുജത്തിന്റെ വശങ്ങളെല്ലാം 30 സെന്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം? ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഇവിടെ മൂന്ന് ചതുരങ്ങൾ, മൂന്ന് റെക്റ്റാങ്കിൾ ഉണ്ട്. ഒന്നിത്, അങ്ങനെ മൂന്ന് റെക്റ്റാങ്കിൾ. ഈ മൂന്ന് റെക്റ്റാങ്കിൾ നമ്മളിങ്ങനെ ഡയഗണൽ, അതിന്റെ എതിർവശങ്ങൾ തമ്മിലിങ്ങനെ മുറിക്കണം. അപ്പം രണ്ട് കഷ്ണമാവും. ഇത് മുറിക്കുമ്പോൾ ഇവിടെ ഒരു കഷ്ണം, ഇവിടെ ഒരു കഷ്ണം, ഇത് മുറിക്കുന്നു, അപ്പോൾ ഇവിടെ വരണം, അതുപോലെ ഇത് മുറിക്കുന്നു, അപ്പോൾ ഇപ്പുറത്ത് വരണം, ഇവിടെ വരണം. എന്നിട്ട് ഈ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു പഞ്ചഭുജം, ഒരു പെന്റഗൺ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്ങനെ നമുക്ക് നോക്കാം. ക്ലിയർ? ഇതാണ് നമ്മുടെ മൂന്ന് ചതുരങ്ങൾ. ഇതിനകത്ത് നമ്മൾ ഇതിനെ പകുതിയാക്കി ഇങ്ങനെ നീക്കി വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ ഈ പകുതി കഷ്ണം കൊണ്ടുവന്ന് തിരിച്ചു വെച്ചു. ക്ലിയർ? ഓക്കെ, ഇതിനെ ഇതിനെ പകുതിയാക്കി അത് തിരിച്ചു വെച്ചു. ഇപ്പുറത്ത് ഈ കഷ്ണം ഇവിടെ തിരിച്ചു വെച്ചു. അതുപോലെ ഈ ചതുരത്തിനെ നമ്മൾ പകുതിയാക്കി നമ്മൾ തിരിച്ചു വെച്ചു. ഇതിനെ പകുതിയാക്കി ഇവിടെ തിരിച്ചു വെച്ചു. ഓക്കെ, ഇനി നമ്മളെല്ലാം കൂടി യോജിപ്പിച്ചു, നടുവിലത്തെ യോജിപ്പിച്ചു, ഇത് യോജിപ്പിച്ചു, അതുപോലെ തന്നെ ഇത് യോജിപ്പിച്ചു, ഇത് യോജിപ്പിച്ചു, ഇത് യോജിപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് പഞ്ചഭുജം, അതായത് 5 വശങ്ങളുള്ള 1 2 3 4 5. അത് എത്ര സെന്റിമീറ്റർ ആകണം? 30 സെന്റിമീറ്റർ ആയിരിക്കുകയും വേണം. ഇങ്ങനെ 30 സെന്റിമീറ്റർ ഉള്ള, അതായത് 30 സെന്റിമീറ്റർ ഉള്ള എല്ലാ വശവും സെയിം ആയ ഈ ഒരു ഫിഗർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനെ നിങ്ങൾ എടുക്കുന്ന ഈ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്രയാണ്, അതിന്റെ വീതി എത്രയാണ്, പിന്നെ നിങ്ങളിവിടെ കണ്ടു 2 ചതുരങ്ങൾ അല്ലേ, 2 ചെറിയ ചതുരങ്ങളുണ്ടല്ലേ, അതിന്റെയും നീളം എത്രയാണ്, വീതി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദീസ് 2 സ്മോൾ റെക്ടാങ്കിൾ ആൻഡ് ദിസ് ലാർജ് റെക്ടാങ്കിൾ. ഇതാണ് ചോദ്യം. ഓക്കെ, യെസ്, നോക്കാം. അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് നമ്മളിതുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വശങ്ങളൊക്കെ നമുക്കിങ്ങനെ വരയ്ക്കാം. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഈ ഒരു ചെറിയ റെക്റ്റാങ്കിൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഇതിലൂടെ 30 സെന്റിമീറ്റർ വരണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് ഇതാണ്, ഈ ചതുരത്തിന്റെ ഡയഗണലാണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളവും ഈ ചതുരത്തിന്റെ ഡയഗണൽ തന്നെയല്ലേ, കാരണം ഈ ഒരു കഷ്ണമാണ് ഇവിടെ ഇരിക്കുന്നത്, അതുപോലെ ഈ മുകളിലത്തെ കഷ്ണമാണ് ഇപ്പുറത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും ആ ഡയഗണൽ സെയിം ആയതുകൊണ്ട് ഈ 2 വശങ്ങൾ എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് ഈ ഒരു ത്രികോണം എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതായത് 2 വശവും സെയിം ആയ ഒരു സമപാർശ്വത്രികോണമാണ്. ഇക്വിലാറ്ററൽ അല്ല, സോറി, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. 2 വശവും സെയിം ആയ സമപാർശ്വത്രികോണം. ഓക്കെ, അപ്പോൾ 2 വശവും സെയിം ആയ, അതായത് 2 വശവും സെയിം ആയിട്ടുള്ള ഒരു സമപാർശ്വത്രികോണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ വശത്ത് നമ്മൾ വരയ്ക്കുന്ന വര അതിനെ സമഭാഗം ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലവും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് 30 സെന്റിമീറ്റർ ടോട്ടൽ നീളമുണ്ട്. ഈ ടോട്ടൽ നീളം നമുക്ക് 30 സെന്റിമീറ്റർ ആകണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പകുതി എന്ന് പറയുന്നത് എത്രയുണ്ടാവും? 15 സെന്റിമീറ്റർ ഉണ്ടാവും. ക്ലിയർ? ഈ പകുതി എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു വശമാണ് പകുതി എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു ദിസ് സൈഡ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത് എത്രയുണ്ടാവും? 15 സെന്റിമീറ്റർ. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഒരു കഷ്ണം കൊണ്ട് മാറ്റി വരയ്ക്കുകയാണ്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഈ വശം കണ്ടോ, അതാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അതുപോലെ
ഈ വശം കണ്ടോ, അതാണ് നമ്മൾ ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത്. ഈ കോമൺ ആയിട്ട് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? ക്ലിയർ? അപ്പോൾ ഇവിടെ റെഗുലർ പെന്റഗൺ ആണെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇവിടുത്തെ 30 സെന്റിമീറ്റർ തന്നെ എല്ലായിടത്തും വരും. ഓക്കെ, ക്ലിയർ? അപ്പോൾ എല്ലായിടത്തും ഒരേ സെന്റിമീറ്റർ വരും, 30 സെന്റിമീറ്റർ വെച്ച് എല്ലായിടത്തും വരും. അപ്പോൾ ഈ അളവ് തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയുണ്ടാവും? 30 സെന്റിമീറ്റർ. ക്ലിയർ? ആൻഡ് ദിസ് ഈസ് റെക്റ്റാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗമാണ്, കണ്ടോ? റൈറ്റ് ആംഗിൾ കണ്ടോ, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് കണ്ടോ, ഈ ഡയഗണലാണ്. അപ്പോൾ ഇത് ഈ സൈഡ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയ ഇതിൻ്റെ പേര് എന്തായിരിക്കും? ഹൈപ്പോട്ടിനസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ കിട്ടും. ഇനി ഒരു 5 വശമുള്ള ഒരു റെഗുലർ പെന്റഗണിന്റെ എല്ലാ കോണുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ആ കോണുകൾ എത്രയുണ്ടാവും? അതിന് ആദ്യം ഈ എല്ലാ കോണുകളും തുക കാണണം. തുക എന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു 180 ആണ് തുക കാണാനുള്ള സമവാക്യം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ n എന്ന് പറഞ്ഞാൽ എന്താ? വശങ്ങളുടെ എണ്ണമാണ്. 1 2 3 4 5. അപ്പോൾ 5 - 2 5 - 2 ഇൻറ്റു 180, ദാറ്റ് ഈസ് 3 ഇൻറ്റു 180. നമ്മൾ ഗുണിക്കുമ്പോൾ 540 കിട്ടും. 540 ഡിഗ്രി ആകെ മൊത്തം എല്ലാ കോണും കൂടി. ഇവിടെ ഇപ്പോൾ എത്ര കോണുണ്ട്? ഇവിടെ 5 കോണുണ്ട്. അപ്പോൾ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പോയി വെട്ടിപ്പോയി 100 അതിനകത്ത് 8 108 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടലി 108 ഡിഗ്രിയാണ് ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇതിനെ സമഭാഗം ചെയ്തു പോകണം, കണ്ടോ? ക്ലിയർ? കാരണം എന്താ? ഈ രണ്ട് വശവും സെയിം ആണ്. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഈ വശം 30 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് 30. അപ്പോൾ ഇത് സമഭാഗം ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ സമഭാഗം ആരെയും ചെയ്യും? ബൈസെക്ട് ചെയ്യും ആംഗിളിനെ. അപ്പോൾ 108നെ അത് പകുതിയാക്കും. സോ 108 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 54 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 54 ഡിഗ്രി. ക്ലിയർ? അതാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്, 54 ഡിഗ്രി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് റൈറ്റ് ആംഗിൾ. ആൻഡ് 30 സെന്റിമീറ്റർ എല്ലായിടത്തും വരുന്നതുകൊണ്ട് ഇവിടെ എത്രയാണ്? 30 സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ 54 ഡിഗ്രി 30 സെന്റിമീറ്റർ എല്ലായിടത്തും വരുന്നതുകൊണ്ട് അതേ 30 സെന്റിമീറ്റർ അവിടെയും പോകും. ക്ലിയർ? ഇനി ഈ വശം എന്ന് പറയുന്നത് ഇവിടെ ഈ വശത്തിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി സൈഡ് നമുക്കതിന് എക്സ് എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിന് ഈക്വലാണ്? ഇത് ഇവിടുത്തെ ഈ ചെറിയ സമചതുരത്തിൻ്റെ നീളത്തിന് ഈക്വലാണ്, അതും എക്സ്. അപ്പോൾ ഇതാണ് എക്സ്, അത് തന്നെയാണ് ഇത്, അത് തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ താഴെയുള്ള വശം നോക്കൂ. അതിവിടെ ഉണ്ടോ? ഈ ഒരു സൈഡിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ പേര് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചതുരത്തിൻ്റെ താഴെയുള്ള വശമാണ് എന്ത്? വൈ. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ചതുരത്തിൻ്റെ നീളം കിട്ടി. ഈ വൈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ബേസ് കിട്ടി. അപ്പോൾ എക്സും വൈയും കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് എങ്ങനെ കാണും? എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ആരാണ്? ഓപ്പോസിറ്റ് സൈഡാണ്. ക്ലിയർ? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നിലവിൽ നമുക്ക് അറിയാവുന്ന ഗീവൺ ഡാറ്റ ഹൈപ്പോട്ടിനസ് ആണ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ ഹൈപ്പോട്ടിനസ് അതായത് കർണവും ഈ 54 ഡിഗ്രിയുടെ എതിർവശവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എതിർവശവും കർണം തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോ അതേതാണ്? നമുക്കിപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അത് അറിയാം. എന്തായിരിക്കും? സൈൻ 54 ഡിഗ്രി എടുക്കുക. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, ദാറ്റ് ഈസ് എക്സ് ഡിവൈഡ് ബൈ 30. ഇനി എക്സ് അവിടെ നിർത്താം, 30നെ സൈൻ 54 കൊണ്ട് ഗുണിക്കുക. സോ എക്സ് ഇക്വൽ ടു ഇവിടെ ഹരിച്ചിരിക്കുന്ന 30 പുറത്തേക്ക് വരുമ്പോൾ ഗുണനാവും 30 ഇൻറ്റു സൈൻ 54. ഇനി സൈൻ 54ന്റെ വാല്യൂസ് നോക്കാം. സൈൻ 54 ഇക്വൽ ടു ഇത്രയാണ് 8090, 0.8090. അപ്പോൾ ആ വാല്യൂ കൊടുക്കുക.
അപ്പോൾ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ എക്സ് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 24.27 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഇതിൻ്റെ ആ ഒരു പൊക്കമാണ് എന്ത് എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൈ കാണാം. വൈയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 54 ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻ്റ് സൈഡാണ്, സമീപവശമാണ് ഈ വൈ എന്ന് പറയുന്നത്. പിന്നെ ഇത് വ്യത്യാസമില്ല, ഇത് ഹൈപ്പോട്ടിനസ് തന്നെ. അപ്പോൾ ഹൈപ്പോട്ടിനസും അതായത് കർണവും അഡ്ജസ്റ്റൻ്റ് സൈഡ് ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോ അതേതാ? അത് കോസാണ് അല്ലേ? അപ്പോൾ നമുക്ക് കോസ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാം. കോസ് 54 ഡിഗ്രി ഈക്വൽ ടു സമീപവശം ബൈ കർണം, അതായത് അഡ്ജസ്റ്റൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് y ബൈ 30. ഓക്കെ, ദെൻ y ഇസ് ഈക്വൽ ടു 30 കൊണ്ട് എടുത്ത് ഗുണിക്കണം. y ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു കോസ് 54 ഡിഗ്രി. ദെൻ വാട്ട് ഇസ് കോസ് 54? നമ്മൾ ടേബിൾ എടുക്കുക, അതിനകത്ത് രണ്ടാമത്തെ വാല്യൂ എടുക്കുക. ദിസ് ഈസ് കോസ് 54 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂ കൊടുത്തു. സോ y ഇസ് ഈക്വൽ ടു 17.63. അപ്പോൾ ഈ ഒരു ചതുരം തന്നെയാണ് ഇപ്പുറത്തും കിടക്കുന്നത് കൊണ്ട് ഇനി സെപ്പറേറ്റ് കാണണ്ട. പിന്നെ ഈ വലിയ ചതുരത്തിൻ്റെ വീതി നമ്മൾ ഓൾറെഡി നമുക്ക് ഗിവൺ ആണ്, ഈ 30ൻ്റെ പകുതി. ഓക്കെ, ഈ പകുതി. ഓക്കെ, ഇനി നമുക്കറിയേണ്ട ഇതിൻ്റെ നീളമാണ്. അതെന്ന് പറയുന്നത് ഈ നടുവിൽ നിൽക്കുന്ന ഈ ത്രികോണത്തിൻ്റെ പകുതിയാണ്, ഹൈറ്റാണ്. കണ്ടോ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ അടുത്ത ലക്ഷ്യം അതാണ്. ഇവിടെ ഒരു ത്രികോണം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ത്രികോണം നമ്മളിങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. കണ്ടോ? അതായത് ഇതേ ത്രികോണം തന്നെയാണ്, സാറ് ഇങ്ങോട്ട് മാറ്റി വെറുതെ വരച്ചെന്നുള്ളൂ. നോക്കൂ, ആ ത്രികോണത്തിൽ ഇത് ഒരു സൈഡാണ്, ഇവിടെ ഒരു സൈഡ്, ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. എന്തുകൊണ്ട് ഈ രണ്ട് സൈഡും ഈക്വലായി? കാരണം ഇത് കണ്ടോ, ഈ ചതുരത്തിൻ്റെ കണ്ടോ ഡയഗണലാണ്. അത് രണ്ട് ത്രികോണത്തിനും കോമൺ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിളും ഇപ്പുറത്തുള്ള ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾസ് ആർ ഈക്വൽ. ക്ലിയർ? ഇത് എത്രയായിരിക്കും? അപ്പോൾ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു ഇവിടെ 54 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതെത്രയുണ്ട്? ഇത് 90, ഇത് 90. സോ ഇത് ഇപ്പുറത്ത് എത്രയുണ്ടാവും? 36 ഡിഗ്രി. അതെങ്ങനെ കിട്ടി സാർ? 150-ന് 90 54 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 36 കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെയും എത്ര തന്നെയാണ്? 36, കാരണം ഈ രണ്ട് ട്രയാങ്കിളും സെയിം ആണ്. ഇനി ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 108 കിട്ടണം. കാരണം നേരത്തെ നമ്മൾ കണ്ടു ഒരു പഞ്ചഭുജത്തിൻ്റെ എല്ലാ ആംഗിളും 108 വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പുറത്ത് 36, ഇവിടെ 36, ആകെ എത്ര വേണം? 108. അപ്പോൾ 108-ന്ന് നമ്മൾ എന്ത് ചെയ്യുക? 36 പ്ലസ് 36 കുറയ്ക്കുക. സോ യു വിൽ ഗെറ്റ് അഗെയിൻ 36. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 36. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഈ രണ്ട് വശങ്ങളും എന്താണ്? സെയിം ആയതുകൊണ്ട് ഇവിടെയുള്ള രണ്ട് കോണുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഓൾറെഡി 36 ഇപ്പുറത്തെ ഈ സൈഡ് ആയി കഴിഞ്ഞാൽ 150-ൽ നിന്ന് നമ്മൾ 36 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 144 കിട്ടും. അപ്പോൾ അതിൻ്റെ പപ്പാതി വെച്ച് ഇവിടെ ഉണ്ടാവും, അതായത് 144/2, അതായത് 72 ഡിഗ്രി വെച്ച് ഈ രണ്ട് സൈഡ് നമുക്ക് രണ്ട് ആംഗിളും ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് 72 ഡിഗ്രി ആൻഡ് ആൾസോ ദിസ് ഈസ് 72 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ത്രികോണം എടുത്ത് ഇങ്ങോട്ട് വരച്ചതായിട്ട് സങ്കല്പിക്കുക. അതായത് ഇവിടുന്ന് മുകളിൽ നമ്മൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഓക്കെ, ക്ലിയർ? നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വരയ്ക്കണമെന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക ത്രികോണം, അതായത് ഈ ഒരു ത്രികോണമാണ് ഈ വരച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ എത്രയാണ്? 72 ഡിഗ്രി. ഓക്കെ, ദെൻ അത്ര വലുതാക്കി വരയ്ക്കും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഈ താഴെയുള്ള ഈ വശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ് സൈഡ്. കണ്ടോ? ഇത് എന്തിന് ഈക്വലാണ്? 15 സെൻറ്റിമീറ്ററിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ പൊക്കമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഇത്. ഓക്കെ,
അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാൻ പാടാത്തതുകൊണ്ട് ഇസെഡ് എന്ന് എടുത്തു. കാരണം ഇവിടെ നമ്മൾ നേരത്തെ എക്സ് എടുത്തു, വൈ എടുത്തു, ഇനി ഒരു അക്ഷരം ഇവിടെ ഇസെഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ 72 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് അഡ്ജസെന്റ്, അതായത് എതിർവശം നമുക്ക് കണ്ടുപിടിക്കണം, തന്നിരിക്കുന്നത് സമീപവശം. അപ്പോൾ എതിർവശത്തെയും സമീപവശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റേഷ്യോ ടാൻ തീറ്റ. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ് അഡ്ജസെന്റ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ടാൻ 72 എടുത്ത് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ടേക്കൺ ആസ് ഇസെഡ്. ടാൻ 72 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് ഇസെഡ് ബൈ 15. ഇനി 15 നിങ്ങൾ എടുത്ത് ഗുണിക്കണം. ഇസെഡ് ഈക്വൽ ടു 15 ഇൻറ്റു ടാൻ 72. ടാൻ 72ന്റെ വില എന്ന് പറയുന്നത് ടാനിന്റെ വില ഏറ്റവും ലാസ്റ്റ് എടുക്കണം. അപ്പോൾ 3.077 വില ഞാൻ കൊടുത്തു. എൻ്റെ ആൻസർ ഈസ് 46.165 സെന്റിമീറ്റർ. അപ്പോൾ അത് നമ്മുടെ ആൻസർ ഇവിടെ എഴുതി. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇങ്ങനെ 30 സെന്റിമീറ്റർ വെച്ചിട്ട് ഈ ഒരു പഞ്ചഭുജം നിങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ചതുരത്തിന്റെ നീളവും അതുപോലെ വീതിയും കണ്ടെത്തുക. നമ്മൾ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, വലിയ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ, നീളം 46.165. ചെറുതാണെങ്കിൽ വീതി 17.63, നീളം 24.27 സെന്റിമീറ്റർ. ഓക്കെ.